ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്ന സമയത്ത് നമ്മുടെ അഞ്ജലി ശ്രുതിയോട് പറഞ്ഞിട്ട്, നീ കാരണമാണ് നമ്മുടെ കുഞ്ഞ് എല്ലാ തരത്തിലും മാറിയത്, നീ അവനെ എല്ലാ തരത്തിലും മാറ്റിയെടുത്ത്, അവൻ്റെ മനസ്സ് തുറന്ന് എല്ലാം സംസാരിക്കുന്നുണ്ട്, അതിനൊക്കെ കാരണം നീയാണ്. ഞാൻ നിന്നോട് ദേഷ്യപ്പെടുമെന്ന് വിചാരിച്ചില്ല, ഞാൻ എന്നോട് ഒരിക്കലും ദേഷ്യപ്പെടില്ല എന്നൊക്കെ അഞ്ജലി ശ്രുതിയോട് സ്നേഹത്തോട് സംസാരിക്കുന്നത്. അപ്പോൾ ശ്രുതിയെ അഞ്ജലിയോട് പറയണ്ടേ, ഞാൻ കാരണമല്ല, എല്ലാം ചേച്ചി കാരണമാണ്, ചേച്ചിയാണ് അശ്വിനെ നേരേക്ക് എടുത്തതെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. പിന്നെ കാണിക്കുന്നത് പ്രൊമോയിൽ നമ്മളുടെ അച്ഛമ്മ വരുന്നുണ്ട്. ഒരു പുതിയ കഥാപാത്രമാണ് നമ്മുടെ അച്ഛമ്മ വരുന്നുണ്ട്. അച്ഛമ്മ വരുന്ന സമയത്ത് നമ്മുടെ ശ്രുതി അച്ഛമ്മയുടെ മേലേക്ക് ഒരിത്തിരി വെള്ളം തെളിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അച്ഛമ്മയ്ക്കാണെങ്കിൽ വല്ലാത്ത ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട്, ഞാൻ ഇവിടെ നനയ്ക്കേണ്ടത് നിങ്ങൾക്ക് കാണാമല്ലേ, അപ്പോൾ പിന്നെ അതിനനുസരിച്ചിട്ട് അങ്ങോട്ട് മാറിപ്പോയിക്കൂടെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അച്ഛമ്മ ചോദിക്കുന്നുണ്ട്, നീ ആരടി അതിന് ഇവിടുത്തെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ശ്രുതിക്ക് ദേഷ്യം വരുന്നുണ്ട്, ദേ എടി പൊടി എന്നൊന്ന് എന്നെ നോക്കി വിളിക്കരുത്, നിങ്ങൾക്ക് നിങ്ങളെ പാട് നോക്കി പോയിക്കേന്ന് പറയുന്നത്. ആ സമയത്താണ് നമ്മുടെ മനോരമ ആൻറ്റി വരുന്നത്. മനോരമ ആൻറ്റിക്ക് മനസ്സിലായി, അയ്യോ ഇത് അച്ഛമ്മയാണല്ലോ എന്ന് പറഞ്ഞിട്ട് അച്ഛമ്മേനെ ഉള്ളിലേക്ക് കയറ്റി കൊണ്ടുപോകുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോൾ ശ്രുതി ആലോചിക്കുന്നുണ്ട്, എന്നെ കണ്ട എന്താ ഈ വീട്ടിലെ പണിക്കാരത്തി പോലെ ഉണ്ടോ, അവരെന്താ എന്നെ പണിക്കാരത്തി എന്നൊക്കെ വിളിച്ച്, ഞാൻ എന്താ ഈ വീട്ടിലെ പണിക്കാരത്തി പോലെ ഉണ്ടോ എന്നൊക്കെ ആലോചിച്ച് അവൾ നോക്കുന്നുണ്ട്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, ഇവരുടെ വരവിൻ്റെ ഉദ്ദേശം അത്ര നല്ലതിനല്ല, ഇവർ എന്തോ ഒരു മനസ്സിൽ കരുതിയിട്ടാണ് വന്നതെന്നൊക്കെ ശ്രുതി മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് എല്ലാവരോടും അച്ഛമ്മ ഇരുന്ന് സംസാരിക്കുന്നതാണ്. ആ സമയത്ത് നമ്മുടെ അശ്വിൻ്റെ മുത്തശ്ശി പറയുന്നുണ്ട്, അശ്വിൻ കാരണം ഈ കുടുംബത്തിന് ഒരു നാണക്കേടും ഉണ്ടായിട്ടില്ല, അവനൊക്കെ നേർവഴിക്ക് തന്നെ ചെയ്തിട്ടുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് അച്ഛമ്മ പറയുന്നുണ്ട്, ഈ വീട്ടിൽ സുഭദ്രയുടെ മോൾ മാത്രമേ നേർവഴിക്ക് കയറി വന്നിട്ടുള്ളൂ, അവൾ മാത്രമേ നേരെ രീതിയിൽ കല്യാണം കഴിച്ച് വന്നിട്ടുള്ളൂ, അതും അന്നത്തെ സാഹചര്യത്തിൽ പാടില്ലാത്തതാണ്, അവൻ്റെ മോനല്ലേ അശ്വിൻ, പിന്നെ ഒട്ടും നന്നാവും, അവനും ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യണതിന് ഒരു അത്ഭുതവും ഇല്ല എന്നൊക്കെ പറയുന്നത്. ഇത് കേട്ടുകൊണ്ടാണ് നമ്മുടെ അശ്വിൻ ഇറങ്ങി വരുന്നത്. അശ്വിനാണെങ്കിൽ വല്ലാത്ത ദേഷ്യം വരുന്നുണ്ട്. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്. ഇതുപോലുള്ള പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.